അതിനുശേഷം അടുത്ത ദിവസം ഇതിൽ എനിക്ക് ടങ് ടങ് ആയിട്ട് പിയാനോ വായിച്ചൊക്കെ കോളേജ് മൊത്തത്തിൽ പാട്ടാകും. അങ്ങനെ ഇവർ രണ്ടുപേരും പെർഫെക്റ്റ് കപ്പിളാന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞോന്ന് നടക്കുമ്പോഴാണ് അതേസമയം ഇതെല്ലാം കേട്ട് ഷൗഷിങ് മൊത്തത്തിൽ അപ്സെറ്റ് ആയി പോകും. അപ്പോഴാണ് കൂട്ടുകാരിയും ഇവള് വിചാരിക്കുന്നതിൽ അവർ തമ്മിലൊന്നും കാണത്തില്ലെന്ന് ഷൗഷിങ്ങിനെ സമാധാനപ്പെടുത്താൻ നോക്കുമ്പോഴാണ് ഷൗഷിങ് അതൊന്നും മൈൻഡ് ചെയ്യാതെ കഥയിലെ ഹീറോയും വന്നെങ്കിൽ പിന്നെ എനിക്കെന്തോ റോളെന്ന് പറഞ്ഞ് അവളുടെ വിശ്വാസം മൊത്തത്തിൽ പോകും. ഇത് കേട്ട് കൂട്ടുകാരിയും എങ്കിൽ പിന്നെ വേറെ കുറെ പയ്യന്മാർ സെറ്റാക്കി തരാന്ന് പറയുമ്പോഴാണ് അവളും പുതിയ കോച്ച് സ്ട്രിക്റ്റാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവൾക്ക് വേണ്ടി യൂഷി അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇത് കണ്ട് അവളും നൈസിനെ അവിടെ നിന്ന് മുങ്ങാൻ നോക്കുമ്പോഴാണ് ഫിറ്റായി നിന്നെ ഞാൻ സുരക്ഷയായിട്ട് എന്റെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചോണ്ടെന്ന് ഞാൻ അവൻ കാര്യമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളാണ് യൂഷിയെ കണ്ടിട്ട് മൊത്തത്തിൽ പേടിച്ചിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഷൗഷിങ്ങിന്റെ പുതിയ കോച്ചും ഇത് റൊമാൻസ് ചെയ്യാനുള്ള പ്ലേസ് അല്ലെന്ന് പറഞ്ഞ് അവളെ ഗ്രൗണ്ടിലേക്ക് പറഞ്ഞേക്കും. അങ്ങനെ അതിനുശേഷം കോച്ച് ഇവർക്കെല്ലാം പ്രാക്ടീസ് കൊടുക്കുമ്പോഴാണ് അവസാനം ഷൗഷിനെ മാത്രം വിളിച്ചിരുത്തി അവൾക്ക് ട്രെയിനിങ് കൊടുക്കും. കാരണം ഇവളാണ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഷൗഷിങ്ങും എപ്പോഴത്തെ പോലും ട്രെയിനിങ് ചെയ്തിട്ട് അവളവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് ഇവളുടെ കോച്ചാണ് ഇത് ജസ്റ്റ് വാമപ്പയോളെന്ന് പറഞ്ഞ് ഒരു പേപ്പർ എടുത്ത് അവളുടെ കൊടുക്കും. അപ്പോഴാണ് അതിനകത്ത് രാവിലെ തൊട്ട് രാത്രി വരെ ഇവള് ട്രെയിനിങ് ചെയ്യാനുള്ള മൊത്ത ചാർട്ട് അതിനകത്ത് കാണും. അങ്ങനെ അത് കണ്ട് അവളുടെ കിളി അങ്ങ് പോകും. അതിനുശേഷം ഇപ്പൊ ക്ലാസ്സിൽ വെച്ച് ടങ് ടങ് എനിക്ക് ഷൂട്ടിംഗ് സ്റ്റാർസ് കാണാൻ വേണ്ടിയൊക്കെ വിളിക്കും. പക്ഷെ അവന് വരാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോഴാണ് ഇവൾ എങ്ങനെയൊക്കെ എനിക്കോടെ കറങ്ങാൻ പോണെന്ന് പറഞ്ഞ് ആ ഷൂട്ടിംഗ് സ്റ്റാർസ് ഒക്കെ കണ്ട നമ്മൾ ആഗ്രഹിച്ചൊക്കെ നടക്കുമെന്ന് പറഞ്ഞ് അവനെ വിളിക്കുമ്പോഴാണ് അവനാണ് ഷൗഷിങ്ങായിട്ട് അവിടെ പോയി കാണണമെന്ന് ആഗ്രഹപ്പെടും. അതുകൊണ്ട് ഇവള് പറഞ്ഞ സ്ഥലത്തേക്ക് ഷൗഷിങ്ങിനെ വരുത്താൻ വേണ്ടി അവളുടെ കൂട്ടുകാരനോട് ഡേറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അന്നത്തേക്ക് അവള് വിളിച്ചോണ്ട് വരാൻ പറയും. അങ്ങനെ ഇവർ തമ്മിൽ ഇടയ്ക്കൊക്കെ ജിമ്മി വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവര് കുറച്ച് ക്ലോസ് ആയി. അതേസമയം ഇവിടെ യൂഷയും പുറത്തുപോയി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കൊണ്ടെന്ന് പറയുമ്പോഴാണ് കൂട്ടുകാരിയാണ് പേടിച്ചിട്ട് ഇവന്റെ കൂടെ പുറത്തേക്ക് വന്ന വല്ല സംഭവിക്കുമെന്ന് അവളെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി യൂഷയും ഇവള് വിചാരിക്കുന്ന പോലെ അവൻ എത്ര മോശക്കാരനില്ലെന്ന് പറയും. അതുകൊണ്ട് ഷൗഷിങ്ങിന്റെ കാര്യത്തിൽ ഇവനെ കുറിച്ച് അങ്ങനെ മോശമായിട്ട് വിചാരിക്കില്ലെന്ന് പറയുമ്പോഴാണ് അവളും എനിക്കൊക്കെ അടിച്ച് പാടാനിട്ട് അതിന്റെ വേദന ഇപ്പോഴും ഉണ്ടോന്ന് അവനോട് ചോദിക്കും. പക്ഷെ എന്നാലും ഇവന്റെ കൂടെ പുറത്തുപോയി ഫോട്ടോസ് എടുക്കാൻ അവൾ സമ്മതിക്കത്തില്ല. കാരണം അന്നത്തെ ദിവസം ഇവളുടെ കൂട്ടുകാരനും കൂടെ ഷൗഷിങ്ങിനെ വിളിച്ചോണ്ട് എനിക്ക് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ ഇവർ രണ്ടുപേരും ആ സ്ഥലത്തേക്ക് പോയി ഷൂട്ടിംഗ് സ്റ്റാർസ് ഒക്കെ കാണണമെന്ന് പറയുമ്പോഴാണ് ഇവർക്ക് അത്രയ്ക്ക് ആഗ്രഹമാണ് കൂടെ വരാന്ന് പറഞ്ഞ് ഷൗഷിങ് സമ്മതിക്കും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം എൻകെയും ടങ് ടങ് കൂടെ ആ റെസ്റ്റോറന്റിലേക്ക് ചെല്ലുമ്പോഴാണ് എൻകെയാണ് അവൾക്ക് ഫസ്റ്റ് ഫ്ലോർ റൂം കൊടുത്തിട്ട് അവ മുകളിലേക്ക് പോകാന്ന് പറയും. അതുകൊണ്ട് ഇവളും ദേഷ്യത്തി നീ റൂം അടുത്ത് നിന്ന് മാറിയാലും നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഇവിടെ ഉള്ളെന്ന് പറഞ്ഞ് അവൾ കുറച്ച് സന്തോഷത്തിരിക്കും. പക്ഷെ ആ സമയത്തായിരിക്കും എനിക്ക് പ്ലാൻ ചെയ്ത പോലെ ഷൗഷിനെ വിളിച്ചോണ്ട് അവർ രണ്ടുപേരും അവിടേക്ക് വരുന്നത്. ഇത് കണ്ട് എൻകെയും പെട്ടെന്ന് അവിടെ നിന്ന് താഴേക്ക് ഓടി ചെല്ലുമ്പോഴാണ് ഇവനെ കണ്ടിട്ട് ഷൗഷിങ് മൊത്തം ഷോക്കായി പോകും. പക്ഷെ അവർ രണ്ടുപേരും എനിക്ക് പ്ലാൻ ചെയ്തിട്ട് ഇവളിവിടേക്ക് വിളിച്ചോണ്ടെന്ന്. അതിനുശേഷം എനിക്കും അവളുടെ ലക്കേജ് എടുത്തോണ്ടോ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോഴാണ് ഇവള് സന്തോഷത്തിൽ അവന്റെ കൂടെ ചെല്ലും. കാരണം ഇവന്റെ അടുത്ത മുറിയിലാണ് അവൻ ഷൗഷിങ്ങിന് റൂം ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോഴാണ് അതേസമയം ഇത് കണ്ട് ടങ് ടങ് ദേഷ്യത്തി ഷൗഷിങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അവൾ മനഃപൂർവ്വം എൻകെയുടെ ഡ്രസ്സ് അവളുടെ റൂമിൽ മറന്നു വെച്ചിട്ടോ എന്ന് പറഞ്ഞ് എൻകെ വിളിക്കും. അതോടെ ഷൗഷിങ് അസൂയപ്പെട്ടിട്ട് അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇത് കണ്ട് ഇവർ രണ്ടുപേരും കൂടെ നിന്നെയൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞങ്ങളെ പറയണമെന്ന് എൻകെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഷൗഷിങ് അവളുടെ മുറി ചെന്നിട്ട് അപ്പൊ ഇവൻ ഒറ്റയ്ക്കല്ല ഇവളുടെ കൂടാണ് വന്നേന്ന് പറഞ്ഞ് അവളെ കട്ടക്കലിപ്പിരിക്കും. ഇത് കണ്ട് കൂട്ടുകാരിയും അവളെ സമാധാനപ്പെടുത്താൻ നോക്കുമ്പോഴാണ് അവൾ ദേഷ്യത്തിന്റെ അങ്ങേയറ്റത്തായിരിക്കും. അതുകൊണ്ട് ഇവർക്കൊന്നും അവളെ സമാധാനപ്പെടുത്താൻ പറ്റത്തില്ല. എന്നിട്ട് ഷൗഷിങ് പുറത്തേക്ക് വന്നിട്ട് ഈ എൻകെ ടങ് ടങ്ങും ഗോൾഡൻ കപ്പിൾ അല്ല ഡെവിൽ കപ്പിൾ എന്ന് പറഞ്ഞ് അവരെ കുറിച്ച് മോശമായിട്ട് അറിയുമ്പോഴാണ് ഇവളുടെ അടുത്ത മുറിയിൽ എൻകെ ആയതുകൊണ്ട് ഇതൊക്കെ ഞാനും കേട്ടോണ്ടിരിക്കുവാന്ന് അവൻ സൈഡിൽ നിന്ന് പറയും. അതോടെ ഷൗഷിങ് ദേഷ്യത്തി അവിടെ നിന്ന് പോകും. അതിനുശേഷം കൂട്ടുകാരിയും അവളുടെ മുറിയിലേക്ക് ചെന്ന് ലക്കേജ് ഒക്കെ വെച്ചിട്ട് ഷൗഷിന്റെ മുറിയിലേക്ക് വരുമ്പോഴാണ് അവൾ റൂം മാറിപ്പോയി യൂഷയുടെ മുറിയിലേക്ക് വരും. അതുകൊണ്ട് അവൻ കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഇവളും കാണുമ്പോഴാണ് അപ്പൊ നമ്മൾ കണ്ട കാര്യം വേറെ ആരോടും പറയില്ലെന്ന് അവൾ നൈസിന് അവിടെ നിന്ന് പോകും. കാരണം അന്ന് അവൻ ഇവളെ വിളിച്ചത് ഇവിടേക്കൊന്ന് ഫോട്ടോസ് എടുക്കുന്നതിനെ കുറിച്ചാ. അതിനുശേഷം ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഇന്ന് ഫുഡ് കഴിക്കുമ്പോഴാണ് എനിക്കും ഷൗഷിങ് ദേഷ്യത്തിരിക്കുന്നുണ്ട് അവൾ സമാധാനപ്പെടുത്താൻ വേണ്ടിയൊക്കെ നോക്കും. പക്ഷെ ടങ് ടങ് അതിന് അവസരം കൊടുക്കാതെ അവന് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുമ്പോഴാണ് എനിക്കത് വാങ്ങിച്ചിട്ട് അവൻ നേരെ ഷൗഷിന്റെ അടുത്തേക്ക് ചെല്ലും. അതിനുശേഷം അവനും പാചകം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ആ ഫുഡ് എടുത്തിട്ട് ഇവൻ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കും. ഇതൊക്കെ കണ്ട് ആ ടങ് ടങ് ജലസ് ആകും. അങ്ങനെ ഇവരെല്ലാം അസൂയപ്പെട്ടിരിക്കുമ്പോ തന്നെ ഒരു ഗെയിം കളിക്കാന്ന് പറഞ്ഞ് ഷൗഷിന്റെ കൂട്ടുകാരനും പറയും. അങ്ങനെ അവൻ കുറെ പേപ്പറിനകത്ത് ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ആദ്യം ഒരു പേപ്പർ എടുത്ത് ഇവർ വായിച്ചു നോക്കുമ്പോഴാണ് അതിനകത്ത് എഴുതിയേക്കും ഈ കൂട്ടത്തിൽ ഇവർ പ്രണയിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന്. അങ്ങനെ അതുകൊണ്ട് ഈ ഡയലോഗിന് ചേരുന്നവരൊക്കെ ഡ്രിങ്ക്സ് അടിക്കാൻ പറയുമ്പോഴാണ് മിക്കുള്ള എല്ലാവരും ഡ്രിങ്ക്സ് അടിക്കും. പക്ഷെ ഷൗഷിന്റെ കൂട്ടുകാരൻ മാത്രം ഡ്രിങ്ക്സ് ചെയ്യത്തില്ല. കാരണം ഈ കൂട്ടത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന ആരുമില്ല. പക്ഷെ അവന്റെ കൂട്ടുകാരൻ ഡ്രിങ്ക്സ് ചെയ്തുകൊണ്ട് മിക്കവാറും കൂട്ടത്തിൽ എന്നെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അവൻ ഇവിടുന്ന് കളിയായിക്കൊണ്ടിരിക്കും. പക്ഷെ അവളാണ് യൂഷ ഓർത്തിട്ട് ഡ്രിങ്ക്സ് അടിച്ച. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ നമുക്കറിയാം അവർക്ക് ആരെ ഇഷ്ടപ്പെടുന്നതെന്ന്. അങ്ങനെ ഗെയിമൊക്കെ കളിച്ച് ഇവരിങ്ങനെ റെസ്റ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഷൗഷിന്റെ കൂട്ടുകാരി
കൂട്ടുകാരിയും യൂഷയുടെ കൂടെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ചെല്ലും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് NK ഷൗഷിനെ അന്വേഷിച്ച് താഴേക്ക് വരുമ്പോഴാണ് അവളുടെ കൂട്ടുകാരനാണ് അവള് പുറത്തേക്ക് കടയിലെങ്ങാണ്ട് പോയെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് NKയും ഈ രാത്രി സമയത്ത് അവൾ ഇതിനെ ഒറ്റയ്ക്ക് പറഞ്ഞേച്ചെന്ന് പറഞ്ഞ് അവൻ ടെൻഷനായി അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കേട്ട് ഇവനും അവൾ ഒറ്റയ്ക്ക് ഞാൻ എന്തോടെ തെറ്റേതെന്ന് ഇവൻ ഇവിടെ നിന്ന് കൺഫ്യൂസ് ആയിരിക്കും. അതേസമയം ഷൗഷിങ്ങും കടയിൽ പോയിട്ട് അവൾ തിരിച്ചു വരുന്ന വഴിയിലാണ് കട്ടയ്ക്ക് മഴ പെയ്തു തുടങ്ങും. അതുകൊണ്ട് അവളൊരു സ്ഥലത്ത് ചെന്ന് പതുങ്ങിയിരിക്കുമ്പോഴാണ് അവിടേക്ക് ഇവളന്വേഷിച്ച് NKയും വരും. എന്നിട്ട് അവന് കടയിൽ പോവാണ് ഇവന് വിളിച്ചോടെന്ന് പറഞ്ഞ് അവളെ കെയർ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കണ്ട് അവൾ ചെറുതായിട്ട് ഷൈയാകും. അതിനുശേഷം അവനൊന്ന് പാർട്ടി വെച്ച് പോയ കാര്യമൊക്കെ പറയാൻ വരുമ്പോഴാണ് അവൾ അതിനുമ്പേ തന്നെ അതൊന്നും കുഴപ്പമില്ലെന്ന് പറയും. ഇവൻ എന്തായാലും പ്രധാനമായിട്ട് കാര്യമൊന്നും ഉണ്ടല്ലേ അവിടെ നിന്ന് പോയെന്ന് പറയുമ്പോഴാണ് NK അന്നവൻ ടങ് വിളിച്ചുകൊണ്ട് പിയാനോ വായിക്കാൻ പോയതെന്ന് പറയും. പക്ഷെ ഇന്നെ ഇതുപോലെ ഇവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് അവൾക്ക് ധൈര്യമായിട്ട് ഇവനെ പോവണ്ടെന്ന് പറയാൻ പറയും. കാരണം ഇവളുടെ സന്തോഷം വലുതെന്ന് അവൻ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ അവളോട് തന്നെ പറഞ്ഞ്. ഇത് കേട്ടതോടെ അവൾ കുറച്ച് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അതേസമയം NK ഇങ്ങനെ പുറത്തേക്ക് പോയ കാര്യം അറിഞ്ഞ് ടങ് അവനെ ഫോളോ ചെയ്ത് അവിടേക്ക് വരും. അങ്ങനെ ഇവർ രണ്ടുപേരും കുറച്ചൊക്കെ സെറ്റ് ആയതുണ്ട് അവൾ വീണ്ടും ദേഷ്യത്തിലാവും. അതിനുശേഷം ഇവിടെ ഫോട്ടോ എടുക്കാൻ പോയ ഇവരാണ് ആ മഴയത്ത് നനഞ്ഞ് കൂട്ടുകാരിയുടെ കാലും ചെറുതായിട്ട് ഉളുക്കി പോകും. അതിനുശേഷം യൂഷയായിരിക്കും അവൾ പൊക്കിയെടുത്തോണ്ട് തിരിച്ചു വരുന്നത്. ഇത് കണ്ട് അവൾ സന്തോഷത്തി ഇവൻ ഇത്ര സ്നേഹമൊക്കെ ഉണ്ടോന്ന് ചോദിക്കുമ്പോഴാണ് കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ ബോസ് എന്ന നിലയ്ക്ക് അവനല്ലേ ഹെൽപ്പ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഇവരുടെ സംസാരിച്ചുകൊണ്ട് വന്നോണ്ടിരിക്കും. അപ്പോഴാണ് ഇവരും പോകുന്ന വഴിക്ക് തന്നെ ഇവര് മൂന്നുപേരും കൂടെ മീറ്റ് ചെയ്യും. അങ്ങനെ ഇവർ ഒന്നിച്ചിരിക്കുമ്പോഴാണ് റെസ്റ്റോറന്റിൽ കൂട്ടുകാരെ മാത്രം അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഡ്രിങ്ക്സ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഈ സമയത്ത് ഷൂട്ടിംഗ് സ്റ്റാർസ് ഒക്കെ പോകുമ്പോഴാണ് ഇവരെല്ലാവരും ഒരുമിച്ചിരുന്നത് കാണുമ്പം കൂട്ടുകാരനും എന്നെ മാത്രം ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾക്ക് എവിടെ പോയി അവനെ ആലോചിച്ചോണ്ടിരിക്കും. ഇപ്പൊ അടുത്ത ദിവസം ഇവരെല്ലാവരും കൂടെ ഹോസ്റ്റലിൽ ചെല്ലുമ്പോഴാണ് ഷൗഷിങ്ങിനോട് അവളുടെ റൂംമേറ്റ്സ് എല്ലാവരും കൂടെ ഇവൾക്ക് യൂഷി NKയും പരിചയമുള്ളതുകൊണ്ട് രണ്ടുപേരെയും ഇവർക്കെല്ലാം പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ചോദിച്ചോണ്ടിരിക്കും. പക്ഷെ ഷൗഷിങ് ഇത് കേട്ടിട്ട് ഇതിനു വേണ്ടി അവരൊക്കെ വിളിച്ചു വരുത്തണമെന്ന് പറഞ്ഞ് അവളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് തീർച്ചയായും നീ വിളിച്ച അവന്മാർ രണ്ടുപേരും വരുമെന്ന് ഇവരൊക്കെ ഫോഴ്സ് ചെയ്യും. അതുകൊണ്ട് ഷൗഷിങ് ഇവർ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ആദ്യം യൂഷിക്ക് മെസ്സേജ് നോക്കുമ്പോഴാണ് അവൻ അപ്പം തന്നെ ഷൗഷിങ്ങിന് വേണ്ടി സമ്മതം കൊടുക്കും. അല്ലെങ്കിൽ ആളിയെ സമ്മതം കൊടുക്കും, അതൊക്കെ വേറെ. പക്ഷെ ഇവിടെ NK ആണ് അവൻ കുറച്ച് ബിസിയാന്ന് പറയുമ്പോഴാണ് ഇവള് യൂഷയെ മാത്രം വിളിച്ചോണ്ട് വന്ന് NKയോട് പറയും. ഇത് കേട്ടതോടെ അളിയ ഷോക്കായിട്ട് യൂഷ ഉണ്ട് ഞാൻ ഉറപ്പായിട്ടും വരുമെന്ന് അവന് കൂടെ വരാന്ന് പറയും. കാരണം യൂഷ ഒരിക്കലും ചാൻസ് യൂസ് ചെയ്ത് ഇവളുടെ കൂടെ ക്ലോസ് ആകലെന്ന് അവന്റെ പ്ലാൻ. അതുകൊണ്ട് അന്ന് തന്നെ ഇവരെല്ലാരും കൂടെ മീറ്റ് ചെയ്യുമ്പോഴാണ് ഇവളുടെ റൂംമേറ്റ്സ് എല്ലാരും കൂടെ NK ആയിട്ടും യൂഷയായിട്ട് സംസാരിക്കാൻ നോക്കും. പക്ഷെ നമ്മുടെ NK ആണ് മൈൻഡ് ചെയ്യത്തില്ല. കാരണം അവൻ ഇവിടെ വരാനുള്ള ഒരേ റീസൺ ഷൗഷിങ് മാത്രമാണ്. പക്ഷെ നമ്മുടെ ചെറുക്കനെ കുറിച്ച് നമുക്കറിയാം യൂഷ അവരോടെല്ലാം പഞ്ചാര വെച്ചോണ്ടിരിക്കുക. അതിലും ഷൗഷിന്റെ റൂംമേറ്റിനെ കുറിച്ച് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് യൂഷയോട് ക്രഷ് ഉണ്ടെന്ന്. അതുകൊണ്ട് അവള് യൂഷ ഒറ്റയ്ക്ക് വിളിച്ചോണ്ട് പോയിട്ട് അവളുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു തരുമെന്ന് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും അതിനല്ലേ സ്റ്റുഡിയോ തുറന്നു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് അവിടേക്ക് ചെല്ലും. പക്ഷെ അവളുടെ വിചാരം മൊത്തത്തിൽ വേറെയാ. അങ്ങനെ ഇവനും ഷൗഷിങ്ങിന്റെ കൂട്ടുകാരിയതുകൊണ്ട് കുറച്ച് ഓഫറൊക്കെ തരാന്ന് പറഞ്ഞ് അവനും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം അവളാണ് വന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കും. ഒന്നിനും കൊള്ളാത്ത ഷൗഷിങ്ങിന്റെ പുറയിലൊക്കെ എന്തിനാ ഇവൻ വെറുതെ എന്തിനാ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന്, അതിനു പകരം ഹോട്ടായിട്ടുള്ള ഇവളെ പ്രേമിച്ചാൽ മതിയെന്ന് അവളും ഷൗഷിനെ കുറിച്ച് താഴ്ത്തി പറയുമ്പോഴാണ് ഇത് കേട്ടതോടെ യൂഷയും ദേഷ്യത്തി അവളെ കുറിച്ച് സംസാരിക്കാൻ പോലും ഇവൾക്ക് വിലയില്ലെന്ന് ആ മൊത്തത്തിൽ ഡാമേജ് ചെയ്തും കൂടാതെ ഇമ്മാതിരി പരിപാടിക്ക് വേണ്ടിയാണ് ഇവിടേക്ക് വന്നെങ്കിൽ മര്യാദയ്ക്ക് അവൻ അവളെ അവിടെ നിന്ന് പോകാൻ പറയുമ്പോഴാണ് അതേസമയം ഇവളും ദേഷ്യത്തി ഇവന്മാരൊക്കെ ഷൗഷിന്റെ പുറകെ പോകാൻ അവൾക്ക് അത്രമാത്രം എന്തോ ഉള്ളെന്ന് അറിഞ്ഞ് അവളോട് വിരോധമാകും. അപ്പോഴാണ് അവന്റെ സ്റ്റുഡിയോയിൽ തന്നെ ഷൗഷിന്റെ പഴയ ഫോട്ടോസ് കണ്ടുടനെ അവൾ അതും കൊണ്ടൊരു പ്ലാൻ ചെയ്യും. അതിനുശേഷം അടുത്ത ദിവസം ലൈബ്രറി വെച്ച് ഷൗഷിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെയുള്ള പിള്ളേരെല്ലാരും കൂടെ ഇത് ഷൗഷിൻ തന്നെയാണെന്ന് അറിഞ്ഞ് അവളെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും. കാരണം ഇവളുടെ റൂംമേറ്റ് ഇന്നലെ അസൂയയുടെ അങ്ങേയറ്റം പോയതുകൊണ്ട് അവൾ ഷൗഷിന്റെ സ്കൂളിൽ പഠിക്കുന്ന ഫോട്ടോസ് മൊത്തത്തിൽ ലീക്ക് ചെയ്ത്, അതായത് ഇവളുടെ പയ്യൻ ഗെറ്റപ്പ് മൊത്തത്തിൽ ലീക്കായി. അതുകൊണ്ട് പിള്ളേരെല്ലാരും കൂടെ ഇവൾ ആണിന്ന് സർജറി ചെയ്ത് പെണ്ണായിട്ട് മാറിയതാന്ന് ഓരോരുത്തർക്ക് കഥ പറയാൻ തുടങ്ങും. അങ്ങനെ കൂട്ടുകാർ ഈ കാര്യം അറിഞ്ഞിട്ട് ഷൗഷിങ്ങിനോട് വിഷമിച്ച് ഇത് പറയുമ്പോഴാണ് അവൾ ഇത് കണ്ട് മൊത്തത്തിൽ ഹേർട്ടായി പോകും. കാരണം കമന്റ് ഒക്കെ ഇവള് സർജറി ചെയ്ത് പെണ്ണായതെന്ന് പറഞ്ഞാൽ എല്ലാരും ഇട്ടേക്കുന്നത്. അതുകൊണ്ട് അവള് മൊത്തത്തിൽ തകർന്നു പോകും. അങ്ങനെ ഇതിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞു കാണത്തില്ല. അപ്പോഴാണ് ഇവന്റെ അടുത്ത് കുറെ പയ്യന്മാരും ഷൗഷിനെ കുറിച്ചുള്ള കാര്യമൊക്കെ പറയും. അവൾ റീസെന്റ് ആയിട്ട് സർജറി ചെയ്ത് പെൺകുട്ടിയായിട്ട് മാറിയതാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ പുറയിലാണ് ഇവ നടക്കുന്നതെന്ന് പറഞ്ഞ് എനിക്കോട് ചോദ്യം ചെയ്യുമ്പോഴാണ് അവന് ദേഷ്യം വന്നിട്ട് അവന്മാരിട്ട് അടിക്കാൻ പോകും. അങ്ങനെ അവന്റെ കൂട്ടുകാരന്മാരായിരിക്കും അവനെ സമാനപ്പെടുത്തുന്നത്. അതേസമയം ഈ വിഷയം അറിഞ്ഞിട്ട് യൂഷയും മിക്കവാറും ടങ് ആയിരിക്കും ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അവ നേരിട്ട് അവളെ കാണാൻ വേണ്ടി പോകും. കാരണം NK കിട്ടാൻ വേണ്ടി ഇവൾ ചെയ്ത പരിപാടി നാം വിചാരിക്കുന്നത്. അപ്പോഴാണ് ടങ്ങും ഇത്ര മോശമായിട്ട് കാര്യം അവൾ ചെയ്യത്തില്ലെന്ന് യൂഷയെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് പിന്നെ ആരായിരിക്കും
ചെയ്തെന്ന് പറഞ്ഞ് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവസാനം വരെ അവന് അവളുടെ റൂംമേറ്റിന്റെ കാര്യം ഒന്നും പിടികിട്ടത്തില്ല. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ ഇനി നമുക്ക് ഒരാളെ ഇന്റർവ്യൂ ചെയ്യാം, ഒരു സങ്കടമായ ഇന്റർവ്യൂ. ഷൗഷുങ്, നിന്റെ കോളേജ് പഠിക്കുന്നവരൊക്കെ നിന്നെ കുറിച്ച് മോശമായിട്ട് കമന്റ് ഇടുമ്പം നിനക്കത് കണ്ടിട്ട് എന്തോ തോന്നിയ? എനിക്കൊന്നേ പറയുള്ളൂ, നിങ്ങൾ കമന്റ് ഇടുന്നതിന് മുമ്പ് ഒരാളെ കുറിച്ചുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അതിനെക്കുറിച്ച് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല.